ഇപ്പം -4 ഡിഗ്രി ആയിട്ടുണ്ട്. സ്കൂട്ടി രാവിലെ തന്നെ സ്റ്റാർട്ടിങ് ഭയങ്കര സീനാണ്. ഇത് അൾട്രാ പ്രോ നമ്മുടെ എൻഡോർക്ക് റൈഡർ. ഇത് യാക്കിൻ്റെ ഒറിജിനൽ കൊമ്പാ കേട്ടോ. ഇത് മെയ്ഡ് ഇൻ ചൈന. അതെ, ഇതിൻ്റെ പ്ലഗ് മാറാനായിട്ട് പോവാണ്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ജോംസോമിലെ എയർപോർട്ട്. നമ്മളൊക്കെ കുറച്ച് അഡ്വഞ്ചർ ആകാം. അപ്പം എന്തേ ഇവിടെ ചെറിയൊരു ട്രയൽസ് ഉണ്ട്. ഒന്ന് കയറി നോക്കട്ടെ. ഫുള്ള് ട്രയൽസ് ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയൊരു എയർ ഫിൽറ്റർ കേട്ടോ. മോർണിംഗ് ഫ്രം ജോംസോം. നമ്മളിപ്പോൾ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോംസോമിലാണ്. രാവിലത്തെ ഒരു വ്യൂ ഒക്കെ നോക്കിക്കേ. ശരിക്കും പറഞ്ഞാൽ ഒരു 6:30 ആയപ്പോൾ എണീറ്റാണ്. എൻ്റെ ഓനെ ചുമ്മാ കിട്ടില്ല വ്യൂസ് ഓഫ് ഹിമാലയാസ് ആണ് നമുക്കിപ്പം കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നോക്കിയാൽ എന്ത് രസമല്ലേ ഇത്. അവിടെ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ചുമ്മാ സീനാണ്. അപ്പോൾ ഇപ്പോഴത്തെ ഇവിടുത്തെ ഒരു തണുപ്പെന്ന് പറഞ്ഞാൽ -4 -5 ഡിഗ്രിയൊക്കെ ആയിരുന്നു. നമ്മൾ രാവിലെ എണീറ്റപ്പോൾ -5 ആയിരുന്നു. ഇപ്പം -4 ഡിഗ്രി ആയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ കൈയൊക്കെ തണുപ്പ് കാരണം ഒരു രക്ഷയില്ലായിരുന്നു. ഇത് നോക്കി, ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്ത റൂമും കാര്യങ്ങളൊക്കെ. റൂമിൽ വലിയ തണുപ്പും കാര്യങ്ങളൊന്നും വെച്ചാൽ റൂമിൽ പുതപ്പിൻ്റെ അകത്ത് വലിയ തണുപ്പും കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ ഈ ഒരു ഫോൺ പിടിച്ചിട്ട് എൻ്റെ കൈയൊക്കെ ആണെങ്കിൽ ഒരുമാതിരി എന്താ പറയുക, ഫുൾ ഡെഡാണ്. ഇത് നോക്കി, എന്താണല്ലേ, ഫുള്ള് ഓണാണ് ഇവിടെ മൊത്തം. അപ്പോൾ നമുക്ക് എന്തായാലും ഇനിയിപ്പോൾ താഴേക്ക് പോവാം. ശരിക്കും പറഞ്ഞാൽ അമ്മാതിരി തണുപ്പാണ് കേട്ടോ രാവിലെ. എൻ്റെ ഈ കൈ ഉണ്ടല്ലോ, ഈ കൈ ഇപ്പോൾ ഒരു ഫ്രീസായി പോകുന്ന പോലെ ആയിപ്പോയി. ഫുൾ സീനാണ്. നമ്മൾ ഇന്നലെ ഏതാണ്ട് 160 കിലോമീറ്റർ എടുത്ത് ഓഫ് റോഡ് ചെയ്താണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ നമ്മുടെ വണ്ടിയൊക്കെ ഇതേ ഇവിടെ പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്കൂട്ടി രാവിലെ തന്നെ സ്റ്റാർട്ടിങ് ഭയങ്കര സീനാണ്. എന്തായാലും ഇപ്പോൾ ഈ തണുപ്പത്ത് എന്തായാലും ഒന്നും നടക്കില്ല. നമുക്ക് എന്തായാലും പോയി ഒരു ചായയൊക്കെ കുടിച്ചിട്ട് വരാം. ലുക്ക് അറ്റ് ദാറ്റ് വ്യൂ മാൻ. ഇതാട്ടോ നമ്മുടെ ഇന്നലത്തെ ഫുഡൊക്കെ കഴിച്ച ഒരു ഹോട്ടൽ. അത്യാവശ്യം പഴയ ഒരു ഹോട്ടലാണെന്നാണ് പറഞ്ഞത്. 2011. ഈ കാണുന്നതാണ് ഇവിടുത്തെ എയർപോർട്ട് കേട്ടോ. കുറച്ച് മുമ്പ് ഒരു ഫ്ലൈറ്റില്ലേ പറക്കുന്നുണ്ടായിരുന്നു. നോക്കി ആൾക്കാരൊക്കെ നിൽക്കുന്നേ. ഇറ്റ്സ് സോ കോൾഡ് ഇൻ ഹിയർ മാൻ. ഹീസ് ഡെഡ്. ദ അൾട്രാ പ്രോ നമ്മുടെ എൻഡോർക്ക് റൈഡർ 160 കിലോമീറ്റർ ഓഫ് റോഡ് അടിച്ചു വന്ന് ഫുൾ ലോഡ്. അതെ, വണ്ടി ഫുള്ള് ഡെഡായി പോയി. വണ്ടി ഇപ്പൊ സ്റ്റാർട്ട് പോലും ആകുന്നില്ല. അമ്മാതിരി സീനാട്ടോ. രാവിലെ നമ്മളത് എല്ലാവരും ഹീറ്ററിൻ്റെ ഫ്രണ്ടിൽ വന്നിരിക്കുവാണ്. ഒരു ചെറിയൊരു ബ്ലാക്ക് ടീ ഒക്കെ കുടിച്ച്. എൻ്റെ അടുത്ത ബ്ലാക്ക് ടീ വന്നിട്ടുണ്ട്. നല്ല തണുപ്പാ കേട്ടോ. കൈയൊക്കെ ഫുൾ സീനാണ്. ഹായ് വീഡിയോ. പുള്ളി കേട്ടോ എൻ്റെ ഓണർ. നമ്മളത് ഇതൊക്കെ കുടിച്ച് എൻ്റെ ഫ്രണ്ടിൽ ഇരുന്ന് ചിൽ ചെയ്യുവാണ് അല്ലേ ബ്രോ? അതെ അതെ. ഇത് യാക്കിൻ്റെ ഒറിജിനൽ കൊമ്പാ കേട്ടോ. ഇത് കേട്ടോ. നമുക്കിനി പോയിട്ട് വണ്ടിയുടെ കാര്യങ്ങൾ നോക്കാം. വണ്ടി കാരണം സ്റ്റാർട്ടാകുന്നില്ലല്ലോ. വണ്ടി ഇപ്പം നമ്മൾ എങ്ങനെ സ്റ്റാർട്ടാക്കണം, ജസ്റ്റ് ഒന്ന് ഊരി നോക്കട്ടെ. വെയിലായി ഒക്കെ വരുന്നുണ്ടല്ലേ. അപ്പം വെയിലായി ഒക്കെ വരുന്നുണ്ട്. സീനാണ്. ഓ, അത് കാർത്തിക് ബ്രോൻ്റെ കയ്യില. നമ്മുടെ സൂര്യൻ അവിടെ വന്ന് നിൽപ്പുണ്ട് മാൻ. ഇവിടെ മലനിരകൾ കണ്ടോ. പക്ഷെ അന്യായ തണുപ്പാണ് കേട്ടോ. ഒരു ഗഡീസ്. അപ്പം എന്തായാലും ഇവനെ ഒന്ന് സ്റ്റാർട്ടാക്കാൻ നോക്കട്ടെ. ചൈനീസ് ടയേഴ്സ്. ഇത് മെയ്ഡ് ഇൻ ചൈന. അതുണ്ട് ചൈന. ഏ ബാഡി. ഒരു പ്ലെയിൻ പോകുന്നു വാങ്ങിക്കേ. അപ്പം നമ്മൾ ജസ്റ്റ് കൈയൊക്കെ ഒന്ന് കഴുകാൻ വേണ്ടി കയറി വന്നതാണ്. എന്തായാലും ദിസ് വ്യൂ മാൻ. കാരണം വണ്ടി സ്റ്റാർട്ടാകുന്ന ഒരു ലക്ഷണവും കാണുന്നില്ല. സീനാണ്. ഇനിയിപ്പോൾ ഫുഡ് കഴിക്കാൻ പോവാം. ഫുഡ് അവിടെ എടുത്ത് വെച്ചെന്നാണ് പറഞ്ഞത്. പോയി ഫുഡ് കഴിക്കട്ടെ.
അപ്പോൾ ഇതാട്ടോ നമ്മുടെ ഫുഡ്. എന്താണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ വലിയ പാടാം. അപ്പം എന്തേ ഇതിൻ്റെ പ്ലഗ് മാറാനായിട്ട് പോവാണ്. പ്ലഗ് ഫുള്ള് അടിച്ചു പോയതാണ്. ഇത് കണ്ടില്ലേ, നമ്മളിത് ഫുള്ള് അഴിച്ച് നോക്കിയായിരുന്നു, ഒരു രക്ഷയില്ല. അവസാനം പിന്നെ ഇത് പ്ലഗ് ഊരി നോക്കുവാണ്. പ്ലഗ് മാറാൻ വേണ്ടി ആൾ വന്നിട്ടുണ്ട്. ഇത് നമ്മളല്ല ഊരിയാണ്, നമ്മുടെ ഇതിൻ്റെ സാധനങ്ങളൊന്നും ഇല്ലായിരുന്നു. സോ അതിൻ്റെ വേറൊരു വർക്ക്ഷോപ്പിൽ നിന്ന് ഒരാൾ വന്ന് ഇത് ഫുള്ള് ഊരി പ്ലഗും കൂടെ ജസ്റ്റ് ഒന്ന് മാറി നോക്കുവാണ്. ഭാഗ്യമുണ്ടേ സ്റ്റാർട്ടാകും. ലെറ്റ്സ് സീ. എനിവേസ്, അപ്പോൾ നമ്മളിത് പ്ലഗൊക്കെ മാറി വണ്ടി സ്റ്റാർട്ടായി. അപ്പം എന്താ ഞാൻ പോകുന്ന പുള്ളി കേട്ടോ. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് കൊണ്ടിട്ട് കുറച്ചുകൂടെ പരിപാടിയുണ്ട്. അതായത് അതിൻ്റെ കാർബറേറ്ററൊക്കെ ഒന്ന് ട്യൂൺ ചെയ്യണം, അങ്ങനത്തെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നേരെ ഷോറൂമിൻ്റെ അങ്ങോട്ട് പോവാം. അത്യാവശ്യം ഇപ്പം തണുപ്പൊക്കെ മാറി, എന്തായാലും തണുപ്പാണ്. ഇതുകൊണ്ട് ഇതിൻ്റെ ഇടയ്ക്കൂടെ നമ്മുടെ ഹിമാലയാസ് കാണുന്നേ. അപ്പം എന്തായാലും നേരെ അങ്ങോട്ട് പോവാം കേട്ടോ. ഇത് സ്റ്റാർട്ടായി കേട്ടോ. ചെറിയ മിസ്സിങ് ഉണ്ട്, അത് കുഴപ്പമില്ല. അപ്പം ഇനി നമുക്ക് നേരെ അങ്ങോട്ട് പോവാം കേട്ടോ. നേരെ വർക്ക്ഷോപ്പിൽ പോയി അതിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ട് പോവാം. ശരിക്കും പറഞ്ഞാൽ കുറച്ച് ടൂൾസ് എടുക്കേണ്ടതായിരുന്നു, പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഓ, ബ്രിഡ്ജ് ക്രോസിങ്, കയറി പോവാം അങ്ങോട്ട്. സീൻ. നമ്മുടെ ബ്രോയും കൂടെ വരട്ടെ. അപ്പോൾ ഈ ഫ്രണ്ടിൽ കാണുന്ന കേട്ടോ നമ്മുടെ എയർപോർട്ട്, അതായത് ജംസോം എൻട്രൻസ് ഗേറ്റ്. അതാണ് നമ്മുടെ എയർപോർട്ട് കേട്ടോ. കൊള്ളാമല്ലേ, റൺവേ ഒക്കെ കാണാം ഇവിടെ നിന്ന് ചെറുതായിട്ട്. ആ മൗണ്ടെയ്ൻസ് നോക്കിയേ. ഓ മാൻ, എന്നാ വ്യൂ അല്ലേ ഇവിടുന്ന്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ അടുത്ത് പോകാൻ പക്ഷേ 2 ദിവസം ട്രക്ക് ചെയ്യണം ബേസ് ക്യാമ്പ് വരെ. ദ മൂമെൻ്റ് ഓഫ് ട്രൂത്ത്. ഇവിടെ അടുത്തെങ്ങാണ്ടാണ് വർക്ക്ഷോപ്പ്, ഏതാണ്ട് 100-200 മീറ്റർ എങ്ങാണ്ടേ ഉള്ളൂ. ഓ, ദിസ് ഈസ് ദ റൺവേ. ഇതാണ് കേട്ടോ നമ്മുടെ എയർപോർട്ട്. ജസ്റ്റ് ഓ, കുപ്പിച്ചില്ലുണ്ടെന്ന്. അപ്പോൾ നമ്മളിത് ജസ്റ്റ് വരുന്ന വഴിക്ക് വണ്ടി ഒന്ന് നിർത്തി. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ജോംസോമിലെ എയർപോർട്ടിൻ്റെ റൺവേ കേട്ടോ. അത്യാവശ്യം ചെറിയൊരു എയർപോർട്ടാണ്, പക്ഷേ അതിൻ്റെ ഒരു വ്യൂ കണ്ടോ എന്തായാലേ. ഫുൾ ഓൺ, അവിടെ എല്ലാം ഫുൾ മൗണ്ടെയ്ൻസ് ആണ്. നൈസല്ലേ. നമുക്കിനിയിപ്പോൾ നേരെ ഇവിടെ തൊട്ടടുത്താണ്, വണ്ടിയും പോയി റെഡിയാക്കിയിട്ട് നേരെ അങ്ങോട്ട് പോകട്ടെ. What man? Okay guys, നമ്മൾക്ക് കുറച്ച് അഡ്വഞ്ചർ ആകാം. അപ്പം എന്തേ ഇവിടെ ചെറിയൊരു ട്രയൽസ് ഉണ്ട്, ഒന്ന് കയറി നോക്കട്ടെ. ഫുള്ള് ട്രയൽസാണ്, പക്ഷേ ഇതുപോലത്തെ ഒരു ട്രയൽസ് ഇച്ചിരി സീനാന്ന് തോന്നുന്നു. ലെറ്റ്സ് ചെക്ക്. ഓ ബഡ്ഡി, ഇത് സീൻ ട്രയൽസ് ആണല്ലോ. ഓ മൈ ഗോഡ്, നമുക്ക് ആ സൈഡിൽ കൂടെ പോവാം. ഇതിലേതോ വണ്ടിയൊക്കെ കയറി പോയിട്ടുണ്ട് കേട്ടോ. ഓ സീൻ, നമുക്കതിൻ്റെ ടോപ്പ് വരെ എനിക്ക് ഒന്ന് പോകാൻ പറ്റുമെന്നാ.
ഇതങ്ങ് കയറി കയറി പോവാ കേട്ടോ. ഒരു പ്ലെയിൻ അവിടെ വന്ന് ഇറങ്ങി പോന്നു. കൊള്ളാം കേട്ടോ എക്സ്പ്ലോറിങ്. ഐ ലൈക്ക് ഇറ്റ്. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളു എക്സ്പ്ലോറിങ്ങിന്. ഓ ഭയ്യ, ഇതങ്ങ് കിടക്കുക കേട്ടോ. മണ്ടയിലെന്തോ സംഭവം സെക്യൂരിറ്റിയുടെ എന്തോ ആണെന്ന് തോന്നുന്നു. അങ്ങോട്ട് കയറി പോകാൻ പറ്റത്തില്ല കേട്ടോ. നമ്മളപ്പോൾ ഒത്തിരി അങ്ങോട്ട് പോകുന്നില്ല, എന്തോ ഗേറ്റൊക്കെ ഉണ്ട്. ഓഹോ, ഇറങ്ങാനാണ് ഇച്ചിരി ടാസ്ക്. സീനില്ല. കൊള്ളാം, ഇവിടെ ഫുള്ള് നല്ല രസമാണ്. ഓ മൈ ഗോഡ്. I like it. Yeah, buddy. ഗ്രിപ്പില്ല കേട്ടോ. അയ്യോ, ഇവിടുന്ന് നമ്മുടെ റൺവേ നല്ല രീതിക്ക് കാണാം. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഓഹോ, ലുക്ക് അറ്റ് ദാറ്റ് മൗണ്ടെയ്ൻസ്. ഓഹ്, ഐ എം ജസ്റ്റ് എൻജോയിങ് ദിസ്. സത്യം പറയാലോ, അത്രയ്ക്ക് കിടിലനാണ്. അതിൻ്റെ എയർ ഫിൽറ്ററും കൂടെ മാറണം കേട്ടോ. മൊത്തം സീനാണ് ഈ സാധനം. അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയൊരു എയർ ഫിൽറ്റർ കേട്ടോ. ഇതും കൂടെ മാറിയിടാം. ഓക്കെ ബോയ്സ്, നമ്മുടെ ഈ ഒരു വണ്ടി സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ ഒരു വണ്ടിയുടെ ചെയിനും കൂടെ ഒന്ന് ടൈറ്റ് ചെയ്യണം. ഇതുണ്ട്, ലൂസാണ്. അപ്പോൾ അതും കൂടെ ഒന്ന് ടൈറ്റ് ചെയ്തിട്ട് നമുക്ക് നേരെ മുക്തിനാഥിന് വിടാം. ഓക്കെ, നമ്മുടെ വണ്ടി രണ്ട് സെറ്റായിട്ടുണ്ട്. ഏതാണ്ട് 1500 രൂപ ആയിട്ടുണ്ട് രണ്ടും കൂടെ. അതായത് 1500 നേപ്പാളി. എന്താല്ലേ. അങ്ങനെ അതും പറന്നുപോയി.